ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കണ്ണാടി ചില്ലുകൾ അതുപോലെ തന്നെ ഫർണിച്ചറുകൾ ഒക്കെ എങ്ങനെ വെട്ടിത്തിളക്കമുള്ളതാക്കാം എന്നതാണ്. ഈ ചെറിയ ടിപ്പ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ചിലവുമില്ലാതെ കണ്ണാടിയും അതുപോലെ മേശയുടെ കണ്ണാടി ചില്ലുകളും അതുപോലെ ഫർണിച്ചറുകളും ഒക്കെ നിങ്ങൾക്ക് വെട്ടിത്തിളക്കമുള്ളതാക്കാം. ഇതിന് ചെയ്യേണ്ട ടിപ്പ് വളരെ സിമ്പിളാണ്. ഇതിനായി 2 സ്പൂൺ വെള്ളം എടുക്കുക. അതിനുശേഷം അടുത്തതായി എടുക്കേണ്ടത് വിനാഗിരിയാണ്. അതെ, വിനാഗിരി ഇതുപോലെ 2 സ്പൂൺ എടുക്കുക. വിനാഗിരി ഇതുപോലെ 2 സ്പൂൺ വിനാഗിരിയും എടുത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു കോട്ടൻ്റെ ടവലോ അല്ലെങ്കിൽ ടിഷ്യൂയോ നിങ്ങൾക്ക് ഇതിനായി ഉപയോഗിക്കാം. നന്നായി ഒന്ന് മടക്കിയതിന് ശേഷം ഇതിലൊന്ന് ഒപ്പിയെടുത്ത് ഇതുപോലെയുള്ള ഗ്ലാസ്സുകളിലേക്ക് ഒന്ന് നന്നായി തുടയ്ക്കാം. ഇപ്പോൾ തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റും നല്ലൊരു വൃത്തി വരുന്നത്. ഇങ്ങനെ കണ്ണടകളിലും കണ്ണാടികളിലും അതുപോലെ തന്നെ ഇതുപോലെ തടികളിലും അഥവാ മരത്തിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല തിളക്കമുള്ളതായി ഫർണിച്ചർ മാറും. ഇതിന് തടികളിൽ പുരട്ടുമ്പോൾ ഒരല്പം ഒലീവ് ഓയിൽ കൂടി ചേർക്കാൻ ശ്രമിക്കുക. കാരണം തടികൾ ഒന്ന് തിളക്കമുള്ളതാക്കാനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരല്പം ഒലീവ് ഓയിൽ കൂടി ഇതിൽ ചേർക്കുക. അതിനുശേഷം നിങ്ങൾ തുടക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ളതാവും. മാത്രവുമല്ല നല്ലൊരു എണ്ണമയം അഥവാ തേക്കിൻ തടികളിലൊക്കെ കാണപ്പെടുന്ന എണ്ണമയം പോലെയുള്ള തിളക്കം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടുകളിലുള്ള കണ്ണാടികളിലും അതുപോലെ തന്നെ അൾമാര ആയിക്കോട്ടെ, ടേബിൾ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ ഇതുപോലെ വിനാഗിരിയും അല്പം വെള്ളം അഥവാ അല്പം വാം വാട്ടർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇളം ചൂടുവെള്ളം എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ടാകും. ഇത് തുടച്ച പാടതിൻ്റെ കറ നിങ്ങൾക്ക് ഈ തുണിയിൽ തന്നെ വലിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലെയുള്ള ഫേർണിച്ചറുകളിലും അഥവാ നിങ്ങൾക്ക് മേശയിലുമൊക്കെ നല്ല തിളക്കമുള്ളതാക്കാൻ നിങ്ങൾക്ക് ഇതുപോലെ വിനീഗറും അതുപോലെ തന്നെ അല്പം വെള്ളവും മതി. നല്ല തിളക്കമുള്ളതാക്കി മാറ്റാം. മാത്രവുമല്ല അനാവശ്യമായ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഒരല്പം ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പുൽത്തൈലം കൂടി ഇടുകയാണെങ്കിൽ നല്ല തിളക്കമുള്ളതും നല്ല സുഗന്ധമുള്ളതും ആക്കാവുന്നതാണ്.